ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ദോശ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ദോശ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു എഗ് മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല പഴുത്ത ഒരു തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടി വീറ്റ് ഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കും കൂടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് സാധാരണ ദോശ ബാറ്റർ പോലെ തന്നെ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം. പാന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ബാറ്റർ കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. വലിയ സൈസിലോ ചെറിയ സൈസിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വലിയൊരു ദോശ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ദോശയൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നെയ്യും ഒഴിച്ചു കൊടുക്കാം. നെയ്യാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഒരു മിനിറ്റൊക്കെ മതിയാവും. നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വീറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു ദോശ കൂടെ തയ്യാറാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്